സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ് ആകെ പെട്ടിരിക്കുകയാണ്. സാഗർ വിളിച്ച് ബാംഗ്ലൂർ കമ്പനി വേണ്ട വിധത്തിൽ എത്തിക്കാനും അല്ലെങ്കിൽ MD സ്ഥാനത്ത് നിന്ന് ഒഴിയാനും അവസാന വാക്ക് പറയുന്നു. അതോടുകൂടി കൃഷിൻ്റെ സമനില ആകെ തെറ്റി. ബാംഗ്ലൂർ കമ്പനി എങ്ങനെ ശരിയാക്കും എന്നതിനെ ചുറ്റിയല്ല കേട്ടോ കൃഷിന് വേവലാതി. താൻ ഇവിടെ നിന്നും മാറി നിന്നാൽ പിന്നെ തൻ്റെയും കൺമണിയുടെയും ജീവിതം എങ്ങോട്ട് ഒഴുകിപ്പോകുമെന്ന് അയാൾക്ക് ഒരു പിടിയുമില്ല. മാത്രമല്ല അതിപ്പോഴും വലിയൊരു ഉറപ്പില്ലാതെ ഞാണിന്മേൽ കളി പോലെ ആടിക്കൊണ്ടിരിക്കുകയാണല്ലോ. മാറി നിന്നാൽ കല്യാണക്കാര്യം എന്താവും എന്നതിനെക്കുറിച്ചും കൃഷിന് ആശങ്കയുണ്ട്. പക്ഷേ സാഗറും ദേവ്ജിയും ഇത്ര സ്ട്രോങ് ആയും സ്ട്രിക്റ്റായും തന്നോട് ഇതുവരെ പെരുമാറിയിട്ടില്ല. അതുകൊണ്ട് അതനുസരിക്കാതിരിക്കാനും കൃഷിന് കഴിയുന്നില്ല. മാത്രമല്ല കമ്പനി ശരിയാക്കിയില്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കൺമണിയോട് ഉപദേശം തേടാൻ വിചാരിക്കുകയാണ് കൃഷ്. കൺമണിയോട് ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടായതല്ലെന്നും ഉണ്ടാക്കിയതാണെന്നും മറ്റും കൺമണി പറയുന്നുണ്ട്. അതുകൊണ്ട് സാർ ഉറപ്പായും ബാംഗ്ലൂർക്ക് പോകണമെന്നും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നും കൺമണി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. മാനസയാണ് ഇതിന് പിന്നിലെന്നും കൺമണി പറയുന്നുണ്ട്. അവൾ അന്ന് ബാംഗ്ലൂർക്ക് പോയിട്ട് തിരികെ വന്നത് വെറുതെയല്ല എന്നും അവിടെയുള്ള കമ്പനി കുളമാക്കിയിട്ടാണ് വന്നതെന്നും ഇവിടെ ഒരുപാട് പ്രശ്നമുള്ളതുകൊണ്ട് ആർക്കും അവിടേക്ക് അത്ര ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റാതെ പോയല്ലോ എന്നൊക്കെ കൺമണി പറയുന്നുണ്ട്. ഇതൊക്കെ അവരുടെ സംസാരം ഇവരുടെ കൂടെ നിൽക്കാൻ വാക്ക് കൊടുക്കുന്നെങ്കിലും മാനസയുടെ സ്പൈ വർക്കറായ ശ്രീദേവി കേൾക്കുന്നുണ്ട് കേട്ടോ. ശ്രീദേവി ഇപ്പോൾ അവരുടെ കൂടെ ആണെന്നാണ് കൺമണിയുടെയും കൃഷ്ണയുടെയും വിചാരം. പക്ഷേ അങ്ങനെ അതിനെ പൊളിച്ചെടുക്കുന്ന സംഭവമൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. പിന്നീട് ഭാഗ്യശ്രീയോട് ബലരാമൻ തന്നെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന പെണ്ണിൻ്റെ പേര് മാനസ എന്നാണെന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ ഞെട്ടുന്നുണ്ട്. കാരണം മാനസയെ ഏതാണ്ടൊക്കെ ഭാഗ്യശ്രീക്ക് അറിയാലോ. പക്ഷേ അതാരാണെന്നൊന്നും ഭാഗ്യശ്രീ ബലരാമനോട് പറയുന്നില്ല. തൻ്റെ ഏട്ടൻ്റെ ജീവിതം നശിപ്പിക്കാനാണോ അവൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ഭാഗ്യശ്രീ ചിന്തിക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ പിന്നാലെ നടന്നവൾ എന്തിന് ഏട്ടൻ്റെ പിറകെ നടക്കുന്നതെന്നും ചിന്തിച്ചു പോവാണ്. പക്ഷേ ബലരാമൻ്റെ സന്തോഷം കാണുമ്പോൾ മാനസയെപ്പറ്റി കൂടുതലൊന്നും പറയാനും ഭാഗ്യശ്രീക്ക് സാധിക്കുന്നില്ല. അങ്ങനെ സുജാത മാനസയെ കമ്പനിയിൽ റീജോയിൻ ചെയ്യിപ്പിക്കണമെന്ന ഒരേ വാശിയിൽ തന്നെയാണ്. അവൾ തന്നെയാണ് ബാംഗ്ലൂർ കമ്പനി നശിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത് എന്നുള്ള അറിവൊന്നും സുജാതയ്ക്കില്ല. എന്നാൽ സാഗറിന് അങ്ങനെ ഒരു ഊഹം ഉണ്ടല്ലോ. അതാണ് കേട്ടോ സാഗർ അതിന് സമ്മതം മൂളാത്തത്. കൺമണിയും മാനസ ഒരു വൈറസാണെന്നും വേരോടെ അവിടെ പിഴുതു കളയണം, അതിനവളെ കമ്പനിയിലേക്ക് വരുത്തണമെന്നും കൃഷ്ണനോട് പറയുന്നുണ്ട്. ശ്രീദേവി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും മാനസയോട് വിളിച്ചു പറയുന്നു. ഇത് കേട്ട മാനസിക്ക് ആകെ ദേഷ്യം വരികയാണ്. ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കും. കൃഷ്ണനെ മാത്രമല്ല അവൻ്റെ അച്ഛനുണ്ടല്ലോ സാഗർ, അയാളെയും കമ്പനി ഞാൻ പൊളിച്ചെടുക്കും. ശ്രീദേവി നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് മാനസ. പക്ഷെ ശ്രീദേവിക്ക് ഒരബദ്ധം പറ്റുന്നുണ്ട്. അതായത് ശ്രീദേവി സ്പൈ വർക്ക് ചെയ്യുന്ന കാര്യം വീണ്ടും കൺമണി കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ കൺമണി കണക്കിന് കൊടുക്കുന്നുണ്ട് ശ്രീദേവിക്ക്. അവിടെ സാഗർ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ കൺഫ്യൂഷനിലാണ് കേട്ടോ.